ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീ വിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ആറ്റിറ്റ്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്ത. അന്ധനായ യുവാവിനെയും മാതാവിനെയും പിതാവ് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി. പിതാവിന്റെ അഭിഹിത ബന്ധം ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും യുവാവിന്റെ വിശദീകരണം. തെന്മല പരപ്പാർ അണക്കെട്ടിന്റെ ചോർച്ച താൽക്കാലികമായി അടച്ചു. ഡാം സുരക്ഷാ അതോറിറ്റിയുടെ കമ്മീഷണർ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോർച്ച കണ്ടെത്തി താൽക്കാലികമായി അടച്ചത്. പുനലൂർ നഗരസഭയിലെ വിവിധ പദ്ധതികൾ പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം താലൂക്ക് ആശുപത്രിക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. 4 കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ കെട്ടിടം നിർമ്മിക്കുമെന്ന് KB ഗണേഷ് കുമാർ. വാർത്തകൾ വിശദമായി. അന്ധനായ യുവാവിനെയും മാതാവിനെയും പിതാവ് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതായി പരാതി. പിതാവിന്റെ അവിഹിത ബന്ധം ചോദ്യം ചെയ്തതിനാണ് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതെന്നും യുവാവ്. ഇടവൺ 34 താഴത്തെ വീട്ടിൽ സലീമ ബീവി, മകൻ ഷമീർ എന്നിവരെയാണ് പിതാവ് H ബഷീർ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി ഉയർന്നിരിക്കുന്നത്. വിവാഹിതരായ 2 സഹോദരിമാരിൽ ഒരു സഹോദരിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഷമീറും മാതാവും അഭയം പ്രാപിച്ചിരിക്കുന്നത്. അന്ധതയെ അതിജീവിച്ച് MIക്ക് ഷമീർ നേടിയത് 1ാം റാങ്ക്. റാങ്കിന്റെ തിളക്കത്തിൽ നാടു നൽകിയ ആദരവിനൊപ്പം ലൈവ് വാർത്തയും പങ്കുചേർന്നിരുന്നു. നമുക്ക് ആദ്യം ആ വാർത്തയൊന്ന് കാണാം. 95% അന്ധതയുള്ള ഷമീർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് MA പൂർത്തിയാക്കിയത്. പരീക്ഷ എഴുതിയത് സഹായിയെ ഉപയോഗിച്ച്. ഫലം വന്നപ്പോൾ കാഴ്ചയുള്ളവരെയും പിന്നിലാക്കി 1ാം റാങ്ക്.
തിരുവനന്തപുരം MG കോളേജിലായിരുന്നു ബിരുദ പഠനം. സോഷ്യോളജിയായിരുന്നു വിഷയം. അവിടെയും ഫസ്റ്റ് ക്ലാസിന്റെ തിളക്കമാണ് ഷമീർ നേടിയെടുത്തത്. സാധാരണ കുടുംബാംഗമായ ഷമീറിന് അമ്മ സലീമ ബീവിയാണ് വിദ്യാഭ്യാസത്തിനും ഇതുവരെയുള്ള ജീവിതത്തിനും ഏറ്റവും വലിയ തുണ. 10ാം ക്ലാസ് മുതലാണ് എനിക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടത്. 9ാം ക്ലാസ് വരെ സ്വന്തം നല്ല കാഴ്ച ഉണ്ടായിരുന്നു. ഇന്നലെ 10ാം ക്ലാസ് മുതൽ പകരം ആളിനെ വെച്ച്, അതായത് സ്ക്രൈബ് എന്ന് പറയും, പകരം വേറെ ആളിനെ വെച്ചാണ് നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുക്കണം. ക്വസ്റ്റ്യൻ നമുക്ക് മറ്റേ ആൾ വായിച്ചു തരുമ്പോൾ നമ്മൾ ആൻസർ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ആൻസർ അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുകയാണ് ചെയ്യുന്നത്. പഠിക്കുന്ന രീതി വെച്ചാൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്യാണ് പഠിക്കുന്നത്. മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്യും. അത് കുട്ടികളെ സഹായിക്കും, ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളെ സഹായിക്കും. പിന്നെ അത് ഡെയിലി ഹോസ്റ്റലിൽ ഇരുന്ന് കേൾക്കും. വീട്ടിൽ വരും ദിവസങ്ങളിൽ നോട്ടുകൾ കുട്ടികൾ തന്നുവിടും. അത് വീട്ടിൽ ഉമ്മാക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് മലയാളമൊക്കെ വായിക്കാൻ അറിയാം. അപ്പോൾ അത് വായിച്ചു തരും. പിന്നെ ട്യൂഷൻ വേറൊരു ചേട്ടൻ്റെ അടുത്ത് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് വായിച്ചു തരും വീട്ടിനടുത്തുള്ള. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പഠിത്തത്തിൻ്റെ രീതികൾ. വിവാഹിതരായ 2 സഹോദരിമാരുണ്ട്. അവരുടെ ഭർത്താക്കന്മാരും ഷമീറിന് പഠനത്തിന് തുണയാണ്. കാഴ്ചയുള്ളവർ അസാധ്യമെന്ന് പലപ്പോഴും ചിന്തിക്കുന്ന വിജയമാണ് ഏറെ വെല്ലുവിളികളെ നേരിട്ട് ഈ മിടുക്കനായ വിദ്യാർത്ഥി സ്വന്തമാക്കിയത്. മാതൃകാപരമായ ഈ നേട്ടത്തെ പിന്തുണയ്ക്കാൻ ഭരണകൂടങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട്. നന്നായി പഠിക്കുന്ന ഷമീറിന് ഇനിയൊരു ജോലിയാണ് ആവശ്യം. വെല്ലുവിളികളെ അതിജീവിച്ച് PSC പരീക്ഷകൾ എഴുതി ആ കടമ്പ കൂടി കടക്കാനുള്ള ശ്രമത്തിലാണ് ഷമീർ. ഇപ്പം ഞാൻ B.Edന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടിരിക്കുന്നു. പിന്നെ ടീച്ചിങ് ആണ് കൂടുതൽ താല്പര്യം. സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് തന്നെ, സിവിൽ സർവീസ് അക്കാഡമി തന്നെ, എൻ്റെ കൂടെ തന്നെ പ്രൈവറ്റ് ആയിട്ട്. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലില്ലേ. പക്ഷേ ഇന്ന് ഷമീറിനെ ദൈവം കൈവിട്ട അവസ്ഥയിലാണ്. അന്ധതയെ അതിജീവിച്ച ഷമീർ ജീവിതത്തിന് മുന്നിൽ ഇന്ന് പകച്ചു നിൽക്കുകയാണ്. അച്ഛനെന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന രൂപമായിരുന്നു ബാല്യം മുതലെന്ന് ഷമീർ തന്നെ ഓർമ്മിക്കുന്നു. വിദേശത്ത് ജോലിയുള്ള അച്ഛൻ നാട്ടിലെത്തിയാൽ അമ്മയുമായി നിരന്തരം കലഹിക്കുകയും പിന്നെ അച്ഛൻ മടങ്ങിപ്പോകുന്നതുവരെ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും ഷമീർ പറയുന്നു. പുള്ളിക്കാരെ വരുമ്പോഴൊക്കെ വീട്ടിൽ പ്രശ്നങ്ങളും അടിയും പിടിയും വഴക്ക് എന്നും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതായത് അത് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ്. അയ്യോ വരുന്നുണ്ടല്ലോ, അയ്യോ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അന്ന് എന്നും ഞങ്ങളുടെ അമ്മായിട്ട് ഞാനുമായിട്ടും ഞങ്ങളെയൊക്കെ ഞങ്ങളെ ഒരു മക്കളെ കാണുന്നല്ലോ, എപ്പോഴും ഞങ്ങളൊരു അടിമകളെ പോലെ. കാരണം പുള്ളി പറയുന്ന രീതി ജീവിക്കണം. പുള്ളി പറയുന്നത് നമ്മൾ പറയുന്ന ഒരു സാധനം ശരിയായിട്ട് മേടിച്ചു തരികയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചെറുപ്പത്തിൽ കാഴ്ചയ്ക്ക് അല്പം മങ്ങലുണ്ടായിരുന്നു. അത് ഓപ്പറേഷനിലൂടെ സുഖപ്പെടുത്തി പഠനം തുടർന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചികിത്സയുടെ ഭാഗമായി ചെറിയ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുമ്പോൾ വീട്ടുവഴക്കിനെ തുടർന്ന് പിതാവ് ആസ്ട്രേ കൊണ്ട് തലയ്ക്ക് അടിച്ചതാണ് കാഴ്ച പൂർണ്ണമായും നഷ്ടമാകാൻ കാരണം. കുടുംബവഴക്ക് പുറംലോകം അറിയാതിരിക്കാൻ ആക്സിഡന്റിൽ കാഴ്ച നഷ്ടപ്പെട്ടെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നതെന്നും ഷമീർ പറയുന്നു. എനിക്ക് ചെറുപ്പത്തിൽ കുഞ്ഞിലെ കാറ്ററാക്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നം എനിക്കില്ലായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയതാ. 10ാം ക്ലാസ് ഒക്കെ എനിക്ക് തലവേദന വന്ന് ചെറിയ ലാസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അതേപോലെ അന്നേരം പുള്ളിക്കാരൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പുള്ളിയുടെ ഞാൻ എന്തോ പിടിച്ചു മാറ്റി എന്തോ ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മയെ പിടിച്ചു. പുള്ളിക്കാരൻ എന്തോ പുള്ളിയുടെ ഒരു ആസ്ട്ര ഉണ്ടായിരുന്നു, മറ്റേ കളിമണ്ണിന്റെ ആസ്ട്ര എങ്ങാണ്ടായിരുന്നു. അത് വെച്ച് പുള്ളി എന്നെ അടിക്കുകയൊക്കെ ചെയ്തു. തലയിൽ അങ്ങോട്ട് അടിച്ചു. അങ്ങനെയാണ് നരമ്പിന് പ്രശ്നം ഉണ്ടായി കാഴ്ച നഷ്ടപ്പെട്ടത്. കുടുംബകലഹം തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ 2009 പിതാവ് മറ്റൊരു സ്ത്രീയുമായി വീട്ടിലെത്തി ഷമീറിനെയും മാതാവിനെയും വീടിന് പുറത്താക്കി. തുടർന്ന് പോലീസിലും കോടതിയിലും കുടുംബ കോടതിയിലും പരാതി നൽകി. 2011 പിതാവ് ബഷീറിന്റെ സ്വത്തുവകകളുടെ ക്രയവിക്രയം കോടതി വഴി സ്റ്റേ ചെയ്തു. തുടർന്ന് ഷമീറിനും മാതാവിനും 41 സെന്റ് സ്ഥലവും 25 ലക്ഷം രൂപയും 6 മാസത്തിനകം നൽകാമെന്ന് കോടതിയിൽ ബഷീർ സത്യവാങ്മൂലം നൽകി. തുടർന്ന് ഇവർ സ്റ്റേ അഴിച്ചു നൽകുകയായിരുന്നു. കൂട്ടുകാരൻ്റെ ഭാര്യയാണ്. അങ്ങനെ ഞങ്ങളുടെ അമ്മായിട്ടൊക്കെ പ്രശ്നമുണ്ടായി, വഴക്കായി. അങ്ങനെ പുള്ളിക്കാരൻ ഞങ്ങളങ്ങനെ കേസ് കൊടുത്തു. 2010-11 ആയപ്പോൾ കേസ് കൊടുത്തു. ഞങ്ങളുടെ ഉമ്മ 2011 ആയപ്പോഴത്തേക്ക് പുള്ളിയുടെ വസ്തുക്കളെല്ലാം സ്റ്റേ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വെച്ച് പ്രശ്നമുണ്ടായി. അങ്ങനെ പുള്ളിക്കാരൻ 2 പെൺമക്കൾക്ക് വസ്തുക്കൾ പുള്ളിക്ക് ഞങ്ങൾ 3 സംശയങ്ങളായിരുന്നു. ഞങ്ങൾ 3 മക്കൾക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പെൺപിള്ളേർക്ക് ഒരാൾക്കൊരു വസ്തുവും കൊടുത്തു, രണ്ടാമത്തെ ആൾക്ക് ഒരു വീടും കൊടുത്തു. പുള്ളിക്ക് 2 വീട് 2008 ആയപ്പോൾ പുള്ളി രണ്ടാമതൊരു വീട് വെച്ചായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടപ്പോൾ പുള്ളിക്കാരൻ വേറൊരു സ്ത്രീയെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളെ അവിടെ നിന്ന് പുറത്താക്കി. അങ്ങനെ ഞങ്ങൾ വലിയ പ്രശ്നമൊക്കെ ആയി. അങ്ങനെ കേസൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ കോടതി പറഞ്ഞല്ല, കോടതിക്ക് വെളി വെച്ച് തന്നെ പുള്ളി ഒരു വീട് വേറെ പഴയ വീട് രണ്ടാമത് സഹോദരിക്ക് എഴുതി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചിരുന്നു ആ കാലം ഒരു കാലം വരെ. അപ്പോൾ പുള്ളിയുടെ ഇടയ്ക്ക് ഞങ്ങൾ ചെലവിന് വരിക, ആ ഇടയ്ക്ക് ഞങ്ങൾ ചെലവിന് വരികയും ചെയ്തിട്ട് ഞങ്ങളുടെ അമ്മ തൊഴിലുറപ്പിനൊക്കെയാണ് പോകുന്നത്. എന്നാൽ നാളിതുവരെ ഒരു പൈസ പോലും നൽകിയിട്ടില്ല. ഇദ്ദേഹം കോടതിയെയും കബളിപ്പിക്കുകയായിരുന്നുവെന്ന് ഷമീർ ചൂണ്ടിക്കാട്ടുന്നു. കോടതി വിധി തങ്ങൾക്ക് അനുകൂലമാണെങ്കിലും വീട്ടിൽ താമസിക്കുവാൻ പിതാവ് അനുവദിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയാൽ പോലീസ് നിഷ്ക്രിയ മനോഭാവമാണ് കാണിക്കുന്നതത്രേ. തെന്മല പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് തവണ പരാതിപ്പെട്ട് തെന്മല പോലീസുകാരാവട്ടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല. പുള്ളിക്കാരെ വിളിക്കുകയും പുള്ളിക്കാരൻ പരാതി കൊടുക്കുമ്പോഴൊക്കെ തെന്മല പോലീസുകാരെ വീട്ടിൽ വന്ന് അന്വേഷിക്കുക, ഞങ്ങളെ വിളിപ്പിക്കുകയും ഞങ്ങളെ ഹരാസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ പുള്ളിക്കാരൻ വീട് കയറി അടിച്ചപ്പോഴൊക്കെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് പരാതി അവനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഒരു നീതി ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കോടതി ഇത്രയും വിധി കണ്ട് പുള്ളിക്കാരൻ കോടതിയെ ധിക്കരിക്കുകയാണ്, പോലീസുകാരെ ധിക്കരിക്കുകയാണ്.
തുടർന്ന് പഠിക്കുന്നുണ്ടെങ്കിലും പഠനം പൂർത്തിയാക്കാൻ പറ്റിയ സാഹചര്യവും സാമ്പത്തികവും ഇന്ന് ഷമീറിനില്ല. അമ്മയും ചില അധ്യാപകരും സുഹൃത്തുക്കളും നാട്ടുകാരുമാണ് ഷമീറിനെ പ്രോത്സാഹനവുമായി കൂടെയുള്ളത്. പൈസയ്ക്ക് തീരെ നിർവാഹമില്ല. ഇപ്പൊ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല, നമ്മൾ മനുഷ്യരല്ലോ. പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ PGക്കൊക്കെ സാർമാരുടെ സഹായത്തോടുകൂടിയും പിന്നെ അതേപോലെ PGക്ക് ഗവൺമെന്റ് ഹോസ്റ്റലാണ് താമസിച്ചത്. ഡിഗ്രിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർമാരും പിന്നെ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നീതിക്കായി കൊതിച്ച ഷമീറിന് വിധി നൽകിയ തിക്താനുഭവങ്ങളോട് പടവെട്ടുമ്പോഴുള്ള മനോധൈര്യം ഇന്നില്ല. കാരണം നീതിയുടെ തുലാസ് ഇപ്പോഴും താഴ്ന്നു തന്നെയെന്നാണ് ഷമീറിന്റെ പക്ഷം. പിന്നെ ഈ പുള്ളിക്കാരനെ കൊണ്ടുള്ള ശല്യം നമുക്ക് വീട്ടിൽ വന്ന് ഞാൻ സൊസൈറ്റിക്ക് ആകുന്നില്ല. പൈസയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. എവിടെയെങ്കിലും പോയി ജീവിക്കാൻ നാട്ടെ ഈ കാഴ്ചയുടെ പ്രശ്നമാണ്. പ്രൈവറ്റ് ജോലി നമുക്ക് കിട്ടത്തില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം. നമുക്ക് ആഡംബരമായിട്ട് ആർഭാടത്തോട് പിള്ളേർ അടിച്ചു പഠിച്ച് ജീവിക്കണം. നമുക്ക് അന്നുള്ള ആഹാരം കഴിച്ച് അന്നുള്ള ചിലവിന് നമ്മുടെ ആവശ്യങ്ങൾക്ക് മരുന്ന് തന്നെ മാസം 10,000-2,000 രൂപ ചിലവാനാവും. അതിന് പുള്ളി പൈസ അയത്തില്ല. നമുക്കൊരു മരുന്നിനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ ഇപ്പോൾ പോകത്തേയില്ല. കാരണം ചോദിച്ചാൽ പോലും കാര്യമില്ല, കിട്ടത്തില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ നാഥനില്ലാ കളരിയായി മാറുന്നു. സ്ഥലം മാറിപ്പോയ SIയുടെ സ്ഥാനത്ത് 1 മാസം കഴിഞ്ഞിട്ടും പുതിയ ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടില്ല. പ്രതിഷേധവും ശക്തമാണ്. SI സ്ഥലം മാറിപ്പോയി 1 മാസം കഴിഞ്ഞിട്ടും പുതിയ SI സ്റ്റേഷനിൽ നിയമിച്ചിട്ടില്ല. ഇതുമൂലം പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. നിലവിൽ ഗ്രേഡ് SIമാരുടെ നിയന്ത്രണത്തിലാണ് സ്റ്റേഷന്റെ പ്രവർത്തനം. ഇത് വ്യാപകമായ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. പലപ്പോഴും പരാതിക്കാർക്ക് മതിയായ സേവനം ലഭിക്കാറില്ലെന്നും ആക്ഷേപമുണ്ട്. അമിതമായ രാഷ്ട്രീയ സമ്മർദ്ദമുള്ള സ്ഥലമാണ് കടയ്ക്കൽ. കേസുകളിൽ രാഷ്ട്രീയക്കാരുടെ അമിത സമ്മർദ്ദം അന്വേഷണത്തിന് തടസ്സമാകുന്നുവെന്ന് മുൻപിവിടെ ജോലി ചെയ്തിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ഇടപെടൽ മൂലം SIമാരെ സ്ഥിരമായി ഇവിടെ നിന്ന് സ്ഥലം മാറ്റാറുണ്ട്. ഈ സാഹചര്യത്തിൽ നിലവിലെ CIക്ക് സ്ഥലം മാറ്റത്തിന് ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും SI ഇല്ലാത്തതിനാൽ CI കൂടി പോയാൽ എന്താകും സ്ഥിതിയെന്നാണ് ചോദ്യമുയരുന്നത്. പുതിയ SI ചാർജ് എടുക്കുന്നതുവരെ CIക്ക് ഇവിടെ ചാർജ് ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ കോയമ്പത്തൂർ സംഘം പുനലൂരിലെത്തി. കിഴക്കൻ മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംഘം പുനലൂരിലെത്തിയത്. ഉച്ചയോടെയാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ സംഘം പുനലൂരിലെത്തിയത്. KSRTC ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി പുനലൂരിലെ പ്രധാന സ്ഥലങ്ങൾ ഇവർ സന്ദർശിച്ചു. കോയമ്പത്തൂരിൽ നിന്നുമാണ് സംഘം എത്തിയത്. കിഴക്കൻ മേഖലയിൽ തമിഴ് വംശജരും ശ്രീലങ്കൻ അഭയാർത്ഥികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളും കേന്ദ്രസേന പരിശോധനകൾ നടത്തിയിരുന്നു. പ്രശ്നബാധിത മേഖലകളിലായിരുന്നു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എത്തിയിരുന്നത്. 50 പേരടങ്ങുന്ന സംഘമാണ് എത്തിയത്. കേരളത്തിൽ മാവോയിസ്റ്റ് പ്രവർത്തനം ശക്തമാകുന്നുവെന്ന റിപ്പോർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർ നടത്തിയ നിരീക്ഷണം പ്രത്യേകത ഉള്ളതായി വിലയിരുത്തപ്പെടുന്നു. ഓരോ സ്ഥലത്തെയും കുറിച്ച് പഠിച്ച ശേഷം അവിടെ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടോ എന്ന് രഹസ്യ വിലയിരുത്തലാണ് ഇവർ നടത്തിയത്. ലോക്കൽ പോലീസിനെ അറിയിക്കാതെയാണ് സംഘം പരിശോധനയ്ക്കായി എത്തിയത്. കേരളത്തിൽ നിന്നുള്ള മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് ആന്ധ്രാപ്രദേശിൽ അറസ്റ്റിലായതിനെ തുടർന്നാണ് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ കേന്ദ്രസേന തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കിഴക്കൻ മേഖലയിലെ തിരച്ചിൽ എന്ന് വിലയിരുത്തപ്പെടുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധനകളും നിരീക്ഷണങ്ങളും നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുളത്തൂപ്പുഴ, ആര്യങ്കാവ് മേഖലകളിലും കേന്ദ്രസേന നിരീക്ഷണം നടത്തിയിരുന്നു. ആദ്യഘട്ട നിരീക്ഷണമാണ് നടത്തിയതെങ്കിലും മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള കേന്ദ്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല പരപ്പാർ അണക്കെട്ടിന്റെ ചോർച്ച താൽക്കാലികമായി അടച്ചു. ഡാം സുരക്ഷാ അതോറിറ്റി കമ്മീഷൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് ചോർച്ച കണ്ടെത്തി താൽക്കാലികമായി അടച്ചത്. എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അക്വാ സ്പേസ് ഡൈവിംഗ് സർവീസ് എന്ന സ്വകാര്യ ഏജൻസിയെ റിക്രൂട്ട് ചെയ്ത് അണ്ടർ വാട്ടർ CCTV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ചോർച്ച കണ്ടെത്തിയത്. അണക്കെട്ടിന്റെ 10-11 ബ്ലോക്കുകൾക്കിടയിലാണ് സംഘം ചോർച്ച രേഖപ്പെടുത്തിയത്. 90.33 മീറ്റർ ജലനിരപ്പ് രേഖപ്പെടുത്തിയ അണക്കെട്ടിന്റെ 4.50 മീറ്റർ ആഴത്തിലാണ് ചോർച്ച കണ്ടെത്തിയത്. തെന്മല കളങ്കുന്നിൽ എത്തിയ സംഘം 2 ബോട്ടുകളിലായി അണക്കെട്ടിൽ എത്തുകയും മുങ്ങൽ വിദഗ്ധർ അതിനൂതന ക്യാമറകളുമായി വെള്ളത്തിൽ മുങ്ങിയ ശേഷം ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഏജൻസിയെ റിക്രൂട്ട് ചെയ്തതെന്നും വിജയിച്ചാൽ മറ്റ് ഡാമുകളിലും ഇതേ മാർഗം സ്വീകരിക്കാൻ കഴിയുമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഇപ്പം നമുക്കിപ്പം ഇവരെ നമ്മൾ ഫാമിലി റിലയബിൾ പാർട്ടിയാണ്. എന്തോ അക്വാ സ്പേസ് ഡൈവിംഗ് സർവീസ്. അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ ഇനി എല്ലാ ഡാമും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഇപ്പോൾ പെരുവണ്ണാമുഴിയുണ്ട്, പിന്നെ മലങ്കര ഡാമുണ്ട്, വലിയ ഡാം മലങ്കര, പിന്നെ ഇത് നമ്മുടെ ചുമണി ഡാം ഏറ്റവും മോശം. അതിന് സ്റ്റഡി നടത്തി 50 ലക്ഷം രൂപ മുടക്കി. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം സംഘം MC ഉപയോഗിച്ച് ചോർച്ച അടയ്ക്കുകയും മിനിറ്റിൽ 700 ലിറ്റർ വെള്ളം ചോർന്നുകൊണ്ടിരുന്നത് പൂർണ്ണമായും നിലച്ചതായി അറിയിക്കുകയും ചെയ്തു. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വരും ദിവസങ്ങളിൽ ചോർച്ച സ്ഥിരമായി അടയ്ക്കാൻ അണ്ടർ വാട്ടർ ഗ്രൗട്ടിംഗ് പോലുള്ള വിദ്യകൾ നടത്തുമെന്നും രാമചന്ദ്രൻ നായർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തെന്മല. പവിത്രം ജുവലേഴ്സ്
ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്, പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോളിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. ഫോൺ 99476970. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം. കഴിഞ്ഞ 20 വർഷമായി രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ മുഖമുദ്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. മികച്ച നേതൃപാഠവും പരിചയസമ്പന്നരായ അധ്യാപകർ, സ്കൂൾ ബസ് സൗകര്യം. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. ഫോൺ 9961410570. ക്ലാസിക് ഫുട്വെയർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, മെയിൻ റോഡ്, പുനലൂർ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള പാദരക്ഷകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിൻ ബാഗുകൾ, ട്രോളി ബാഗുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, ഷട്ടിൽ ബാറ്റുകൾ, ഫുട്ബോളുകൾ, ക്യാരംസ് ബോർഡുകൾ എന്നിവ വളരെ മിതമായ വിലയ്ക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ക്ലാസിക് ഫുട്വെയർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മെയിൻ റോഡ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9447255870. ഇളമ്പൽ സ്വാഗതമുക്കിൽ CPIയുടെ കൊടിമരവും കൊടിയും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവത്തിൽ CPI പ്രതിഷേധം രേഖപ്പെടുത്തി. തിങ്കളാഴ്ച രാത്രിയിലാണ് ഇളമ്പൽ സ്വാഗതം ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന CPIയുടെയും AIYFന്റെയും കൊടിമരവും കൊടികളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. CPIയുടെ കൊടിമരം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നശിപ്പിക്കുകയാണെന്നും പ്രത്യേകിച്ചും ആനമ്പുന്നയിലെ കൊടിമരം നശിപ്പിച്ചതിൽ CPI വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി J. ജ്യോതികുമാർ പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പാർട്ടിയുടെ കൊടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അതിന് പാർട്ടി വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിന് വേണ്ട മേൽ നടപടികൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട്
ഇന്നലെ നടന്ന ഈ സംഭവത്തിൽ വീണ്ടും പാർട്ടി വളരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് പ്രദേശത്ത് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാവുകയും പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും കൊടിമരം നശിപ്പിച്ചവരെ പോലീസ് കണ്ടെത്തണമെന്നും CPI ആവശ്യപ്പെട്ടു. മണ്ഡലം കമ്മിറ്റി അംഗം ജെ ഡേവിഡ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രഞ്ജിത്ത്, രാധാകൃഷ്ണൻ, ശ്യാംലാൽ, AIYF ഭാരവാഹികളായ അനൂപ്, രഞ്ജിത്ത്, ശരത്, CPI ആരംഭുന്ന ബ്രാഞ്ച് സെക്രട്ടറി ശരത് ചന്ദ്രൻ, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തെന്മല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടമൺ പോസ്റ്റ് ഓഫീസ് പടിക്കൽ ധർണ നടത്തി. KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി ധർണ ഉദ്ഘാടനം ചെയ്തു. തെന്മല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടമൺ പോസ്റ്റ് ഓഫീസ് പടിക്കൽ ധർണ നടത്തി. ധർണ KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി ഉദ്ഘാടനം ചെയ്തു. തെന്മല മണ്ഡലം പ്രസിഡന്റ് R സുഗതൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഇടമൺ ഇസ്മയിൽ, AT ഫിലിപ്പ്, K ശശിധരൻ, അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ, AT ഷാജൻ, ഇടമൺ സുമേഷ്, VM സലീം, മുഹമ്മദ് ഖാൻ, ചിറ്റാലങ്കോട് മോഹനൻ, B അശോക് കുമാർ, ചാലിയക്കര ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ നഗരസഭയിലെ വിവിധ പദ്ധതികൾ പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ നവീകരിച്ച പട്ടികജാതി ഹോസ്റ്റലും വാർഡസേവാ കേന്ദ്രവും ആലപ്പുഴ LP സ്കൂളിലെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിച്ചു. പുനലൂർ നഗരസഭയിലെ നവീകരിച്ച പട്ടികജാതി ഹോസ്റ്റലിന്റെ ഉദ്ഘാടനവും ഉപകരണങ്ങളുടെ വിതരണവും പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. വാർഡ് സേവാ കേന്ദ്രത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സൂചിപ്പിച്ചു. നമ്മുടെ ജനങ്ങൾക്ക് കൂടുതൽ അവരുടെ സേവനങ്ങൾ അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ വേഗത്തിൽ അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ ലഭ്യമാകുന്ന സാഹചര്യം ഈ സേവാ കേന്ദ്രത്തിലൂടെ ലഭ്യമാകുമെന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. അഡ്വക്കേറ്റ് K രാജു MLയുടെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ പുനലൂർ നഗരസഭാ സെക്രട്ടറി AS നൈസാം റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് സ്വാഗതം പറഞ്ഞു. മുൻ MLA PS സുബാൽ, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ്, മുൻ വൈസ് ചെയർമാൻമാരായ S ബിജു, VP ഉണ്ണികൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ D ദിനേശൻ, ബിനോയ് രാജൻ, വസന്താരഞ്ജൻ, മിനി മധുകുമാർ, സുശീല രാമചന്ദ്രൻ, UDF പാർലമെന്ററി പാർട്ടി ലീഡർ എബ്രഹാം ജോർജ്, ഓമനക്കട്ടൻ ഉണ്ണിത്താൻ, ഗ്രേസി ജോൺ, വിമല ഗുരുദാസ്, GK ബാബു, അഡ്വക്കേറ്റ് SM ഖലീൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം നിലമേൽ ഏലായിലെ തോടുകളുടെ പുനർനിർമ്മാണം ആരംഭിച്ചു. കളക്ടറുടെ നിർദ്ദേശാനുസരണം റവന്യൂ സംഘമാണ് തോടുകൾ വീണ്ടും നിർമ്മിക്കുന്നത്. മഞ്ചള്ളൂർ അത്തല ഭാഗത്തെ വയൽ നികത്തിയതിനാൽ പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിരുന്നു. വീടിനുള്ളിൽ വെള്ളം നിറഞ്ഞതിനാൽ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ജീവിത ദുരിതത്തെപ്പറ്റി ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരേക്കർ വയൽ പൂർണ്ണമായും നികത്തിയതോടെ സമീപത്തുണ്ടായിരുന്ന പഞ്ചായത്ത് തോടുകളും കുളവും എല്ലാം അപ്രത്യക്ഷമായിരുന്നു. വിവിധ ആളുകളുടെ പേരിൽ ഒരു സമുദായ സംഘടനയാണ് വയൽ നികത്തിയത്. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടെന്ന് നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തനങ്ങൾ. മഴയായി കഴിഞ്ഞാൽ പ്രദേശത്തെ 10ഓളം വീടുകൾക്കുള്ളിൽ വെള്ളം നിറയും. നിരവധി തവണ നാട്ടുകാർ പരാതിയുമായി ജനപ്രതിനിധികളെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് കളക്ടർക്ക് പരാതി നൽകുകയായിരുന്നു. റവന്യൂ വകുപ്പിന്റെ രൂപരേഖയിലുണ്ടായിരുന്ന തോട് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞ തവണ നാട്ടുകാർ തന്നെ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് തോട് നിർമ്മിക്കുകയായിരുന്നു. എന്നാൽ മഴ സമയത്തെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല ഡാം ജംഗ്ഷനിലെ പലചരക്ക് കടയിൽ മോഷണശ്രമം. തെന്മല സ്വദേശി ഹനീഫയുടെ കടയിലാണ് മോഷണശ്രമം നടന്നത്. രാത്രി 9 മണിക്ക് കടയടച്ചു വീട്ടിൽ പോയെന്നും രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണശ്രമം നടന്നതെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞതായി ഹനീഫ പറഞ്ഞു. ഇന്നലെ രാത്രി ഞങ്ങൾ 9 മണിക്ക് അടച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ രാവിലെ വന്ന് ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് മേളിലെ ഹോസ്പിറ്റാസ് ഇളക്കിയിട്ടിരിക്കുന്നത്. ഇതുകൂടാതെ മോഷ്ടാക്കൾ മുളകുപൊടി വിതറിയതായും റീചാർജ് കാർഡ് ഉൾപ്പെടെ 25,000 രൂപ വരെ നഷ്ടമുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആദ്യം കാർഡ് നോക്കിയപ്പോൾ കാർഡ് കംപ്ലീറ്റ് പോയി. അത് എല്ലാ ഐറ്റം കാർഡും ഉണ്ടായിരുന്നു. ഒരു 5,000 രൂപയുടെ കാർഡ് വരും. പിന്നെ അത് വിറ്റ പൈസ ഒരു 10,000-3,000 രൂപ ഉണ്ടായിരുന്നു, അതും പോയി. പിന്നെ കുറച്ച് സിഗരറ്റ്, ഗോൾഡ് വിൽസ്, അങ്ങനെയുള്ള കുറച്ച് സിഗരറ്റ്. പിന്നെ മുളകുപൊടി വാരി കംപ്ലീറ്റ് ഇട്ടിരുന്നു. ഈ മേളിലും താഴെ എല്ലാം കുടഞ്ഞിരുന്നു. സംഭവത്തെ തുടർന്ന് തെന്മല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമല്ലാത്തതാണ് മോഷണങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. എന്നാൽ മോഷ്ടാക്കൾ പുറത്തുനിന്നും വന്നവരല്ല എന്ന നിഗമനത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, തെന്മല. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്
as pure as your love. Punalur, Alapi, Pathanamthitta, Cherthala, Thoppambadi and Goldsug. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBT സമീപം മെയിൻ റോഡ് പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി AICT അപ്രൂവൽ. ഞങ്ങളുടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UG കോഴ്സുകൾ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, BE കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി. PG കോഴ്സുകൾ ME കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ME പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് ആൻഡ് ME VLSI ഡിസൈൻ. കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ ലൈബ്രറി, ലബോറട്ടറികളും വർക്ക്ഷോപ്പും. കേരള ഫുഡ്. യാത്രാ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ. ഫോർ അഡ്മിഷൻ കോൺടാക്ട് മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കുട്ടക്കുഴി, നിയർ മാർത്താണ്ഡം, കന്യാകുമാരി ഡിസ്ട്രിക്ട്, തമിഴ്നാട്. ഫോൺ 04651276611. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. മാനേജ്ഡ് ബൈ പത്തനാപുരം താലൂക്ക് സമാജം. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ. തികഞ്ഞ അച്ചടക്ക പരിചയ സമ്പന്നരായ അധ്യാപകർ. 100% സുരക്ഷിതത്വം. സമീപ പ്രദേശങ്ങളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന. മികച്ച നേതൃപാഠവും. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. ഫോൺ 0475227100. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം. ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. അല്ല, പെണ്ണെവിടുന്നാ? ഗുജറാത്ത് ആണെന്ന് തോന്നുന്നു. പെണ്ണെവിടുന്നാ? മഹാരാഷ്ട്ര. എല്ലാവരും ചോദിക്കുന്നു പെണ്ണെവിടുന്നാന്ന്. എവിടെന്നാന്ന് നീ പറ. ഗുജറാത്ത് ബന്ദേജ് മുതൽ കാഞ്ചീപുരം പട്ട് വരെ ഇന്ത്യയിലെ വെവ്വേറെ സ്ഥലങ്ങളിലെ ബ്യൂട്ടിഫുൾ സിൽക്സ്. നിങ്ങളുടെ കല്യാണത്തിലെ ഓരോ വിശേഷത്തിനും. പെണ്ണെവിടുന്നാ? പെണ്ണ് എവിടുന്നാ? പിന്നെ എവിടുന്നാന്ന്? ലക്നോ സിൽക്സ് ഓഫ് ഇന്ത്യ ബ്രൈഡൽ സെവൻ. എല്ലാ സ്ഥലങ്ങളിലെയും പട്ട് RMKVയിൽ മാത്രം. പത്തനാപുരം താലൂക്ക് ആശുപത്രിക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. 4 കോടി രൂപ ചെലവഴിച്ച് അത്യാധുനിക നിലവാരത്തിൽ കെട്ടിടം നിർമ്മിക്കുമെന്ന് KV ഗണേഷ് കുമാർ MLA അറിയിച്ചു.
പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതിന്റെ ഭാഗമായി ദേശീയ നിലവാരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ 5 നില കെട്ടിടം നിർമ്മിക്കുന്നു. 4 കോടിയോളം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. മെഡിക്കൽ കോളേജിന് സമാനമായ ഭൗതിക സാഹചര്യമാണ് ഇവിടെ ഒരുക്കുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർഷയ്ക്കാണ് പ്രാരംഭ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനോട് ചേർന്നുള്ള UIT സെന്റർ പ്രവർത്തിക്കുന്ന സ്ഥലം ഏറ്റെടുത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 3 മാസത്തിനകം നിർമ്മാണം ആരംഭിക്കുമെന്ന് KB ഗണേഷ് കുമാർ MLA പറഞ്ഞു. MLAയുടെ ഫണ്ടിൽ നിന്ന് 4 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഒരു ആശുപത്രി കെട്ടിടം പണിയുവാൻ തീരുമാനിച്ചു. ഇന്ന് UIT കിടക്കുന്ന സ്ഥലം ആശുപത്രിയുടെ നവീകരണത്തിന് വേണ്ടി നൽകാമെന്ന് പഞ്ചായത്ത് സമ്മതിച്ച സാഹചര്യത്തിൽ ദേശീയ നിലവാരമുള്ള ഒരു നല്ല ആശുപത്രി പത്തനാപുരം നിർമ്മിക്കാൻ തുടക്കം കുറിക്കുകയാണ്. UIT ബിൽഡിങ് ഒരു 4-5 മാസത്തിനുള്ളിൽ അതിൻ്റെ കോൺട്രാക്റ്റ് ആയിട്ടുണ്ട്. അത് MLA ഫണ്ട് നൽകിയതാണ്. അത് കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ട്. പണി ആരംഭിച്ചാൽ 3 മാസം കൊണ്ട് തീരും. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഞാൻ പറഞ്ഞില്ല, ദേശീയ നിലവാരമുള്ള ഏതാണ് 4 ഓപ്പറേഷൻ തിയേറ്ററും അടക്കമുള്ള ഒരു വലിയ വാർഡുകളും പ്രത്യേകം കുട്ടികളുടെ വാർഡ്, കുഞ്ഞുങ്ങൾക്ക് വേറെ വാർഡ്, സ്ത്രീകൾക്ക് വേറെ വാർഡ്, ഗർഭിണികളായി പ്രസവിച്ചു വരുന്ന സ്ത്രീകൾക്ക് പ്രത്യേക വാർഡ്, പുനലൂർ ആശുപത്രിയിൽ ഏർപ്പെടുത്തിയതുപോലെയുള്ള വേദനരഹിത പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കാനിങ്ങും എക്സ്റേയും എല്ലാം ഉള്ള ഒരു പൂർണ്ണ തോതിലുള്ള ആശുപത്രിക്കുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടന്ന ആലോചനാ യോഗത്തിൽ KB ഗണേഷ് കുമാർ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശ ശശിധരൻ, ഡോക്ടർ ഷാഹിർ ഷാ, ഏലിയാമ്മ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാസി നായർ, ഉസ്മാൻ സാഹിബ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് M ഷെയ്ഖ് പരീദ്, പ്രദീപ് ഗുരുകുലം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ KSRTC ഡിപ്പോയിൽ നിന്നുള്ള ചക്കുളത്തുകാവ് സർവീസ് നിർത്തലാക്കിയിട്ട് 6 മാസം കഴിയുന്നു. പ്രതിഷേധം ശക്തമായിട്ടും സർവീസ് പുനരാരംഭിച്ചിട്ടില്ല. ചക്കുളത്തുകാവിലേക്കുള്ള KSRTC സർവീസ് നിർത്തലാക്കിയിട്ട് 6 മാസം കഴിഞ്ഞു. പ്രതിഷേധം ശക്തമായിട്ടും സർവീസ് പുനരാരംഭിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. പുനലൂർ KSRTC ഡിപ്പോയ്ക്ക് ദീർഘദൂര സർവീസുകളോട് ഒട്ടും താല്പര്യമില്ല. ചക്കുളത്തുകാവ് സർവീസിന് നല്ല കളക്ഷനാണ് ലഭിച്ചിരുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള 100 കണക്കിന് ഭക്തജനങ്ങൾക്ക് ആശ്രയമായിരുന്ന സർവീസാണ് പെട്ടെന്നൊരു സാഹചര്യത്തിൽ നിർത്തിയത്. ബസ്സുകളില്ലെന്ന പതിവ് ന്യായം പറഞ്ഞാണ് സർവീസ് നിർത്തിയിട്ടുള്ളത്. ഗുരുവായൂർ സർവീസും ഇടയ്ക്ക് നിർത്തിവെച്ചിരുന്നതാണ്. കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് ഒടുവിൽ ഗുരുവായൂർ സർവീസ് പുനരാരംഭിച്ചത്. യാതൊരു മാനദണ്ഡവുമില്ലാതെ സർവീസുകൾ നിർത്തലാക്കുന്ന പ്രവണത പുനലൂർ KSRTC ഡിപ്പോയിൽ വർദ്ധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ. അന്ധനായ യുവാവിനെയും മാതാവിനെയും പിതാവ് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി. പിതാവിന്റെ അഭിഹിത ബന്ധം ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും യുവാവിന്റെ വിശദീകരണം. തെന്മല പരപ്പാർ അണക്കെട്ടിന്റെ ചോർച്ച താൽക്കാലികമായി അടച്ചു. ഡാം സുരക്ഷാ അതോറിറ്റിയുടെ കമ്മീഷണർ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോർച്ച കണ്ടെത്തി താൽക്കാലികമായി അടച്ചത്. പുനലൂർ നഗരസഭയിലെ വിവിധ പദ്ധതികൾ പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം താലൂക്ക് ആശുപത്രിക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. 4 കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ കെട്ടിടം നിർമ്മിക്കുമെന്ന് KB ഗണേഷ് കുമാർ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ.